السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا محمد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകളും നിസ്കാരങ്ങളും മറ്റുള്ള എല്ലാ ആരാധനകളും സ്വീകരിക്കുമാറാവട്ടെ. റമളാൻ രണ്ടാമത്തെ പത്തും വിട പറയാൻ പോവുകയാണ്. അവസാനത്തെ 10 നമ്മളിലേക്ക് എത്തുകയാണ്. വളരെ പവിത്രമായ, വളരെ ശ്രേഷ്ഠതയുള്ള അവസാനത്തെ 10. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമ്പത്തെ 2 10-നേക്കാൾ കൂടുതൽ ശ്രദ്ധയും ആത്മാർത്ഥതയും എല്ലാ നിരക്കുമുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു അവസാനത്തെ 10 ഇബാദത്തിൽ മുഖരിതമാകാൻ വേണ്ടി എന്ന് കാണാം. അതുകൊണ്ട് തന്നെ നാം വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ദിനങ്ങളാണ്, നിമിഷങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ അലിംതു മാ അഖൂലു ഫിഹാ. ലൈലത്തുൽ ഖദർ അവസാനത്തെ 10-ലാണെന്നല്ലോ അങ്ങ് പറഞ്ഞത്. ലൈലത്തുൽ ഖദർ ഇന്ന ദിവസമാണ് എന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത് എന്ന് ചോദിച്ചപ്പോ, ലൈലത്തുൽ ഖദർ നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹു അത് അനുഭവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അവസാനത്തെ 10-ന്റെ ഒറ്റയായ രാവ്, അഥവാ 21, 23, 25, 27, 29 ഇങ്ങനെയുള്ള ഒറ്റയായ രാവുകളിലാണല്ലോ എന്ന അർത്ഥത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. ഒറ്റയായ രാവുകളെ പ്രതീക്ഷിക്കുന്നത് വളരെ പ്രതിഫലാർഹമാണ്. 27 രാവിന്റെ അന്നാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാവുക, മറ്റുള്ള ഒറ്റയായ രാവുകളിൽ ഉണ്ടാകലില്ല എന്ന് ചിന്തിക്കരുത്, എന്ന് കരുതുകയും ചെയ്യരുത്. മറിച്ച് ഒറ്റയായ രാവുകളിൽ ഏത് രാവുകളിലും ഉണ്ടാകാം. മഹത്തുക്കളായ നമ്മുടെ മുൻഗാമികൾ, പൂർവികരായ സൂര്യകൾക്ക് പല ദിവസങ്ങളിലായി അനുഭവപ്പെട്ടത് ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും വളരെ പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥനയാണ്, ദുആ ആണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചതിന് മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. വളരെ അർത്ഥവത്തായ, വളരെ സാരവത്തായ, നമ്മുടെ എല്ലാ പാപങ്ങളും പൊറുക്കുന്ന, അള്ളാഹുവിനെ നല്ലതുപോലെ ബഹുമാനിച്ച് ആദരിച്ചു കൊണ്ടുള്ള ഒരു പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആയിഷ നീ എന്തു പറയണം? ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. വളരെ സരളമായ ഒരു ദുആ, അർത്ഥത്തിന്റെ തലങ്ങൾ ഒരുപാടുള്ള ഒരു ദുആ, അർത്ഥവ്യാപ്തിയുള്ള ഒരു ദുആ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥന, ഒരു ദുആ. എന്താണത്? അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ, അള്ളാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, നീ മാപ്പാണ്, നീ മാപ്പ് നൽകുന്നവനാണ് തീർച്ചയായും. തുഹിബ്ബുൽ അഫ്വ, സൃഷ്ടികൾക്ക് മാപ്പ് കൊടുക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നവനുമാണ്. ഏതെല്ലാം വിട്ടുവീഴ്ചകളുണ്ടോ അതെല്ലാം നീ ചെയ്യും. സൃഷ്ടികൾ എന്ത് തെറ്റ് ചെയ്താലും മുഖം നോക്കാതെ ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് നീ. നീ അഫുവിനെ ഇഷ്ടപ്പെടുന്നവനാണ്, മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്, പൊറുക്കത്തോടുക്കലിനെ ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നീ, അള്ളാഹുവേ എൻ്റെ പാപം നീ പൊറുക്കണേ, എനിക്ക് നീ മാപ്പ് നൽകണേ. എൻ്റെ സല്ലാത്തുകൾ, എൻ്റെ പിഴവുകൾ, എൻ്റെ ഖതഉകൾ, എൻ്റെ അബദ്ധങ്ങൾ, എൻ്റെ തെറ്റുകൾ, എൻ്റെ ദുനൂബുകൾ എല്ലാം നീ പുറത്തു നൽകണേ റബ്ബേ എന്ന് റബ്ബിനോട് പറയാൻ പറഞ്ഞ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയാൻ പറഞ്ഞ ആ പ്രാർത്ഥന നാളെ മഗ്രിബ് മുതൽ നമ്മുടെ നാവിൻ ചുണ്ടുകളിൽ തത്തിക്കളിക്കണം. ഇമാമ് ദ്വാരക്കുമ്പം ആമീൻ എന്ന് പറയുക മാത്രമല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇമാമ് പറയുമ്പോൾ അതിന്റെ കൂടെ പറയുക മാത്രമല്ല ചെയ്യേണ്ടത്. നമ്മുടെ എല്ലാ സമയങ്ങളിലും, ഒക്കുന്ന സമയങ്ങളിലൊക്കെ റബ്ബിനോട് ദുആരക്കാൻ പറ്റുന്ന വലിയൊരു പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ നിന്ന് വരുന്ന എല്ലാ പ്രാർത്ഥനകളും, എല്ലാ ഇസ്തിഗ്ഫാറുകളും, എല്ലാ ദുആകളും അർഹമുർ റഹീമായ റബ്ബ് തആല സ്വീകരിച്ച് അതിൻ്റെ ഒക്കെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
കൊടി